everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 76th lecture on Strategic Cost and Management Accounting. This lecture is based on Business Analysis Embedded in Enterprise Performance Management, which is the 6th module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In this lecture, we are going to start our 6th module, Business Analysis Embedded in Enterprise Performance Management. നമ്മുടെ 6th മോഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ ടെക്നിക്സ് ഫോർ ബിസിനസ് അനാലിസിസ് ആണ്. ടെക്നിക്സ് ഫോർ ബിസിനസ് അനാലിസിസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. നമ്മൾ ഇന്ന് ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, കമ്പോണൻറ്റ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഒപ്റ്റിമൈസേഷൻ മോഡൽ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്നിവയാണ്. ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, ഒപ്റ്റിമൈസ് എന്ന ടേം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ടു മേക്ക് പെർഫെക്റ്റ് എന്നാണ്. Optimization means maximization or minimization of one or more functions with any possible constraints. Possible constraints ഓട് കൂടിയ വൺ ഓർ മോർ ഫങ്ഷൻസിൻ്റെ മാക്സിമൈസേഷനോ മിനിമൈസേഷനോ ആണ് ഒപ്റ്റിമൈസേഷൻ. According to Business Dictionary, optimization means finding an alternative with the most cost-effective or highest achievable performance under the given constraints by maximizing desired factors and minimizing undesired ones. അക്കോർഡിംഗ് ടു ബിസിനസ് ഡിക്ഷണറി, ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഗിവൺ കൺസ്ട്രെയിൻസിൽ മോസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവായ അല്ലെങ്കിൽ ഹയസ്റ്റ് അച്ചീവബിൾ പെർഫോമൻസ് ഉള്ള ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇങ്ങനെയുള്ളൊരു ഓൾട്ടർനേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഡിസൈഡ് ഫാക്ടേഴ്സ് മാക്സിമൈസ് ചെയ്തുകൊണ്ടും അൺഡിസൈഡ് ഫാക്ടേഴ്സ് മിനിമൈസ് ചെയ്തുകൊണ്ടുമാണ്. ഇവിടെ കൺസ്ട്രെയിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. സോ ഒപ്റ്റിമൈസേഷനിൽ അണ്ടർ ദ കണ്ടീഷൻസ് വിച്ച് ഹാവ് ടു ബി ഫുൾഫിൽഡ് നമ്മൾ കോസ്റ്റ് ഇഫക്റ്റീവായ അല്ലെങ്കിൽ ഹയസ്റ്റ് അച്ചീവബിൾ പെർഫോമൻസ് ഉള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് ഇതിനായി ഡിസൈഡ് ഫാക്ടേഴ്സിനെ മാക്സിമൈസ് ചെയ്യുന്നു, അൺഡിസൈഡ് ഫാക്ടേഴ്സിനെ മിനിമൈസ് ചെയ്യുന്നു. ഒപ്റ്റിമൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിംഗ് ദ കണ്ടീഷൻസ് ദാറ്റ് ഗിവ് ദ മിനിമം ഓർ മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ വെയർ ദ ഫംഗ്ഷൻ റെപ്രസെൻറ്റ്സ് ദ എഫേർട്സ് റിക്വയർഡ് ഓർ ദ ഡിസൈഡ് ബെനിഫിറ്റ്. ഒപ്റ്റിമൈസേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ തരുന്ന കണ്ടീഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇവിടെ ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിക്വയർഡ് ആയ എഫേർട്സോ അല്ലെങ്കിൽ ഡിസൈഡ് ബെനിഫിറ്റോ ആണ്. സോ ഒന്നുകിൽ റിക്വയർഡ് ആയിട്ടുള്ള എഫേർട്സിൻ്റെ മിനിമം വാല്യൂ നൽകുന്ന ഒരു കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസൈഡ് ബെനിഫിറ്റിൻ്റെ മാക്സിമം വാല്യൂ നൽകുന്ന ഒരു കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് ഒപ്റ്റിമൈസേഷൻ. Optimization technique is a mathematical technique for finding maximum or minimum value of a function of several variables subject to a set of constraints. ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. ആൻഡ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസിന് സബ്ജക്റ്റഡ് ആയ സെവറൽ വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം? ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദ മെയിൻ കമ്പോണൻറ്റ്സ് ഓഫ് ആൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആർ: ഫസ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, സെക്കൻഡ് വൺ ഇസ് വേരിയബിൾസ്, തേർഡ് വൺ ഇസ് കൺസ്ട്രെയിൻറ്റ്സ്. ഫസ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എക്സ്പ്രസ്സസ് one or more quantities which are to be minimized or maximized. The optimization problems may have one or more objective functions. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മിനിമൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യേണ്ട വൺ ഓർ മോർ ക്വാണ്ടിറ്റീസിനെയാണ്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിന് വൺ ഓർ മോർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഉണ്ടാകാം. സെക്കൻഡ് വൺ ഇസ് വേരിയബിൾസ്. വേരിയബിൾസ് ആർ സെറ്റ് ഓഫ് അൺനോൺസ് വിച്ച് ആർ യൂസ് ടു ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ്. വേരിയബിൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് അൺനോൺസ് ആണ്, അതായത് വേരിയബിൾസിൻ്റെ വാല്യൂ അൺനോൺ ആണ്. ആൻഡ് ദിസ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ്. തേർഡ് വൺ ഇസ് കൺസ്ട്രെയിൻറ്റ്സ്. Constraints allow the unknowns variables to take on certain values but exclude others. They are conditions that must be satisfied. അൺനോൺസിനെ അതായത് വേരിയബിൾസിനെ certain വാല്യൂസ് ആഡ് ചെയ്യുന്നതിന് അലോ ചെയ്യുന്ന ഒന്നാണ് കൺസ്ട്രെയിൻറ്റ്സ്. കൺസ്ട്രെയിൻറ്റ്സ് ആണ് വേരിയബിൾസിന് certain വാല്യൂസ് ആഡ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് എക്സ്ക്ലൂഡ് അതേഴ്സ്. കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. വൺസ് ദ വേരിയബിൾസ്, കൺസ്ട്രെയിൻറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് the relationship between them is clear, the optimization problem can be defined.
വേരിയബിൾസും കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും. ഈ മൂന്ന് കമ്പോണൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഡിഫൈൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ is development of an optimization model. The development of an optimization model can be divided into 5 phases. Optimization modelന്റെ ഡെവലപ്മെൻറ്റിനെ 5 phases ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ is data collection, second one is defining and formulating problem, third one is development of model, fourth one is validation and evaluation of model, and fifth one is application of model for result interpretation. So ഈ 5 phasesiലൂടെയാണ് ഒരു ഒപ്റ്റിമൈസേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നു, സെക്കൻഡ് ഫേസിൽ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുകയും ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, തേർഡ് ഫേസിൽ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു, ഫോർത്ത് ഫേസിൽ മോഡൽ വാലിഡേറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, ഫിഫ്ത്ത് ഫേസിൽ റിസൾട്ട് ഇൻ്റർപ്രിട്ടേഷനായിട്ട് മോഡൽ അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ is ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ബിഫോർ ക്ലാസിഫൈയിങ് ദ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്, ഒപ്റ്റിമൈസേഷൻ പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി ക്ലിയർ. Parameters can be shown in the diagram. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ക്ലാസിഫൈ ചെയ്യുന്നതിന് മുൻപ് ഒപ്റ്റിമൈസേഷൻ പാരാമീറ്റേഴ്സ് ക്ലിയർ ആയിരിക്കണം. ആ പാരാമീറ്റേഴ്സ് ആണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒപ്റ്റിമൈസേഷൻ പാരാമീറ്റേഴ്സ്, പ്രോബ്ലം ടൈപ്പ്, വേരിയബിൾ. ഒപ്റ്റിമൈസേഷൻ പാരാമീറ്റേഴ്സ് പ്രോബ്ലം ടൈപ്പും വേരിയബിളും ഉണ്ട്. പ്രോബ്ലം ടൈപ്പിൽ തന്നെ കൺസ്ട്രെയിൻറ്റും അൺകൺസ്ട്രെയിൻറ്റും ഉണ്ട്. വേരിയബിളിൽ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ബേസിസ് ആണ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ്, നേച്ചർ ഓഫ് വേരിയബിൾസ്, നേച്ചർ ഓഫ് ഇക്വേഷൻസ് ഇൻവോൾവ്, ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ്. ആദ്യം ഓൺ ദ ബേസിസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ is കൺസ്ട്രെയിൻഡ് പ്രോബ്ലം. പ്രോബ്ലം ഈസ് സബ്ജക്റ്റ് ടു വൺ ഓർ മോർ കൺസ്ട്രെയിൻസ്. ഇറ്റ് മീൻസ് ദാറ്റ് പ്രോബ്ലം വൺ ഓർ മോർ കൺസ്ട്രെയിൻസിന് സബ്ജക്റ്റഡ് ആണ് എങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. അൺകൺസ്ട്രെയിൻഡ് പ്രോബ്ലം ഡസ് നോട്ട് ഹാവ് എനി കൺസ്ട്രെയിൻസ്. അതായത് പ്രോബ്ലം ഇസ് നോട്ട് സബ്ജക്റ്റഡ് ടു എനി കൺസ്ട്രെയിൻസ്, ദെൻ ഇറ്റ് ഈസ് അൺകൺസ്ട്രെയിൻഡ് പ്രോബ്ലം. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ക്ലാസിഫിക്കേഷനുള്ള നെക്സ്റ്റ് ബേസിസ് നേച്ചർ ഓഫ് ഇക്വേഷൻസ് ആണ്. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ഈസ് ആസ് അണ്ടർ. ഫസ്റ്റ് വൺ is linear programming problem. Objective function and all the constraints are linear functions of the design variable. അതായത് ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും എല്ലാ കൺസ്ട്രെയിൻസും ഡിസൈൻ വേരിയബിളിൻ്റെ ലിനിയർ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഈസ് കോൾഡ് linear programming problem. Second one is quadratic programming problem. Objective function is a quadratic function and all the constraint functions are linear functions of വേരിയബിൾസ്. അതായത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് ആൻഡ് കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസ് എല്ലാം വേരിയബിൾസിൻ്റെ ലീനിയർ ഫംഗ്ഷൻസ് ആണ് എങ്കിൽ ദാറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഇസ് കോൾഡ് ആസ് ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലം. Third one is non-linear programming problem. Any of the functions among the objective function and constraints is non-linear. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെയോ കൺസ്ട്രെയിൻസിലെയോ ഏതെങ്കിലും ഫംഗ്ഷൻ നോൺ ലിനിയർ ആണ്, then it is called non-linear programming problem. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് ബേസിസ് നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ is സിംഗിൾ ഒബ്ജക്റ്റീവ് പ്രോബ്ലം. ഓൺലി എ സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാത്രമുള്ള ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ ഒബ്ജക്റ്റീവ് പ്രോബ്ലം. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് പ്രോബ്ലം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ആർ മോർ ദാൻ വൺ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഒന്നിൽ കൂടുതലാണ് എങ്കിൽ ദാറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് പ്രോബ്ലം. Hope you all understand about optimization techniques, components of optimization problem, development of an optimization model and classification of optimization problems. Thank you all.